കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. ഇന്ന് ഫോൺ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ, പേഷ്യൻസ് ആരും വരുന്നില്ലല്ലോ. ഇനി ഞാൻ കള്ള ഡോക്ടറാന്ന് ഇവർക്കാർക്കെങ്കിലും മനസ്സിലായി കാണുമോ? അങ്ങനെ വരാൻ ചാൻസ് കുറവാ. ഇനി നേഴ്സുമാരാരെങ്കിലും ഒറ്റക്കാണുമോ? അതുമില്ല, എൻ്റെ ശമ്പളം പറ്റുന്നതല്ലേ. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പറയുന്ന ആദ്യം കേക്ക്. 5 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അല്ല, എന്തുവാ ഡോക്ടറെ പ്രശ്നം? എന്റെ പൊന്നു സിസ്റ്ററെ, ഈ മേഡത്തിന്റെ ചെറുക്കൻ 5ന്റെ കോയിൻ എടുത്ത് വിഴുങ്ങി. അതിന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വെളിയിൽ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു 5 രൂപയല്ലേ, ഞാനങ്ങ് തന്നേക്കാം. 10-35,000 രൂപ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്ത് കളയുന്നേ? ക്യാഷിന്റെ പ്രശ്നമല്ല ഡോക്ടറെ, എന്റെ ചെറുക്കന്റെ ജീവൻ പോകുന്ന കേസാ. ഡോക്ടറിനെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനാ? ഒരു മിനിറ്റ്. ഹലോ ഡോക്ടറെ, എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. അതിന് ഞാൻ കൂടെ വന്ന് കിടക്കണോ? അതല്ല ഡോക്ടറെ, ഉറക്കം വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എടോ, കണ്ണടയ്ക്കണം. അല്ല ഡോക്ടറെ, എന്തെങ്കിലും മരുന്ന് എഴുതാം. ഒരു മിനിറ്റ്. എന്തെങ്കിലും മരുന്ന് എഴുതി. ഇനി ഉറങ്ങിക്കോ, മിണ്ടാണ്ട് കിടന്നുറങ്ങിക്കോ. വിളിച്ചേക്കുന്നു. പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല ഡോക്ടറെ, ആ കോയിൻ എടുക്ക്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. ചെറുക്കൻ കുറച്ചുകൂടെ നാണയം വീണിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നിച്ചെടുക്കാവുന്നേ. ഇതെന്തോ വഞ്ചിയോ? ഒരു മിനിറ്റ്. ഹലോ. ഡോക്ടറെ, ഇന്നലെ അമ്മയുടെ ഓപ്പറേഷൻ ചെയ്തായിരുന്നല്ലോ. ഇപ്പോൾ ഭയങ്കര വയറുവേദന. എടോ, എങ്ങനെ വേദന എടുക്കാതിരിക്കും? തൊണ്ട തിരുതി കാരണം മൺകുടൽ എടുത്തിട്ട് ഞാൻ തിരിച്ചു വെക്കാൻ മറന്നുപോയി. അത് ഇവിടെ ഇരിപ്പുണ്ട്. എടി ഡോക്ടറെ, എന്റെ അമ്മയെ കൊന്നല്ലോടി. ദാണ്ട കിടക്കുന്നു കണ്ടോ. വൻകുടൽ കേടാവാതിരിക്കാൻ ഞാൻ ഇവിടുത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കുവാ. അതിന് നന്ദി പറയാതെ തെറി വിളിക്കുവാണ്. പറ, നിങ്ങൾ ഡോക്ടർ തന്നെയാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ. നിങ്ങൾ കള്ള ഡോക്ടർ അല്ലയോ? നിങ്ങളെ കണ്ടാലേ അറിയാം. അല്ലെങ്കിൽ പറ, മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അളവിൽ വെള്ളമുണ്ട്? പിന്നെ അളന്നിട്ടല്ലേ വെള്ളം പൂച്ചുന്നത്? കണ്ട 2 ഗ്ലാസ്. കൊള്ളാം. എന്നാ പറ, മനുഷ്യന്റെ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട്? 208. ഒന്ന് പോയെ, 206. അപ്പൊ രാവിലെ ഞാൻ കഴിച്ച 2 കോഴിക്കാലായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് ആരാ MBBS തന്നെ? ശിവൻകുട്ടി. അത് എഡ്യൂക്കേഷൻ. MBBS ആരാ തന്നെ? കാശ് കൊടുത്ത് വാങ്ങിച്ച. തോന്നി. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അതെ, പുറത്താരോടും പറയണ്ട കേട്ടോ. ഞാൻ എങ്ങനെയും ഒക്കെ ജീവിച്ചു പൊക്കോട്ടെ. ഡോക്ടറെ, ഓ, വയറ് നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കത്തില്ല. എന്തോ ചെയ്യണം ഡോക്ടർ? ഒരു കാര്യം ചെയ്യും, രാത്രി 9 മണി കഴിഞ്ഞുള്ള വെയിൽ പോയിക്കൊള്ളു. എനിക്ക് അങ്ങനെ ആവട്ടെ ഡോക്ടറെ. ഏതെങ്ങനെ എവിടെ നിന്ന് വന്ന മറുപടി? ഈ ഹോസ്പിറ്റലിൽ ഈ ടൈപ്പ് പേഷ്യൻസേ വരത്തുള്ളൂ. ദൈവമേ. ഡോക്ടർ എന്തിനാ ഈ രാത്രി ക്ലിനിക് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നേ? സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അറിയാമോ ആവോ? ആ അസുഖമുള്ളവര് രാത്രിയിലല്ലേ വരുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഡോക്ടറെ, അത്യാവശ്യമായിട്ട് ഒരാഴ്ചത്തെ ലീവ് വേണമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന 10-250 പേഷ്യന്റിനെ ഞാൻ എന്ത് കൊടുക്കണം? ലീവ് ചോദിക്കാൻ വന്നേക്കുന്നു. ഹലോ ഡോക്ടറെ, തീരെ വിശപ്പില്ല. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ഇരിക്കുന്ന പാപ്പവും പലഹാരം എല്ലാം കൂടെ എനിക്ക് ഇങ്ങോട്ട് താ. അയ്യോ, അങ്ങനെയല്ല ഡോക്ടറെ, വീട്ടിൽ ആർക്കും വിശപ്പില്ല. എടോ, എങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാം അയലൊക്കത്തുകാർക്ക് എടുത്തു കൊടുക്കണോ? അവരെങ്കിലും നന്നാവട്ടെ. ഓരോരോ കാര്യം പറഞ്ഞ് വിളിച്ചേക്കുവാ. ഡോക്ടറെ, എന്തോ പറ. പീസ്ഫുള്ളി ആയിട്ട് കിടന്ന് ഉറങ്ങാൻ എന്തെങ്കിലും മരുന്ന് എഴുതി തരുമോ? ഓക്കെ. നഴ്സ്. ഡോക്ടറെ, നേഴ്സ് വേണ്ട, എൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല. എടോ, തനിക്ക് രാത്രി തണുക്കാറുണ്ടോ? തണുപ്പ് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട് ഡോക്ടറെ, ഉണ്ട്. നഴ്സ്. അയ്യോ ഡോക്ടറെ, നേഴ്സ് വേണ്ട, എൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല, ഞാൻ കമ്പിളി പുതച്ചോളാം. എടോ, തന്റെ തല
അതിലെന്തോടെ പിണ്ണാക്കാണോ? കാണും ഡോക്ടറെ, അതും കൂടെ മാറ്റാനുള്ള മരുന്ന് എഴുത്താ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? നിങ്ങക്ക് പീസ്ഫുള്ളി കാമായിട്ട് കിടന്നുറങ്ങണം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ശരിയാക്കി തരാം. ദാ ഈ മരുന്ന്. ഇത് 3 നേരമാണോ ഡോക്ടറെ? അതിന്റെ ആവശ്യം വരത്തില്ല. പിന്നെ ഒരു നേരം കഴിച്ചാൽ മതി. എന്നാ ആയിക്കോട്ടെ ഡോക്ടറെ. ശരി. അത് ഏത് മരുന്നാ ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തേ? വേഷം. എന്നാ അടുത്ത പേഷ്യന്റിനെ വിടട്ടെ? വിട്. ഫോൺ കോൾ മാത്രമേ ഉള്ളൂ, പേഷ്യൻസ് ആരും വരുന്നില്ലല്ലോ. ഹലോ ഡോക്ടറെ, എൻ്റെ മോൻ മരത്തിന്റെ മണ്ടയ്ക്ക് താഴെ വീണ് കൈ ഒടിഞ്ഞ്. ഒരു കാര്യം ചെയ്യും, കൃമികടിയുടെ മരുന്ന് കൊടുക്ക്. അയ്യോ ഡോക്ടറെ, കൈ ഒടിഞ്ഞാൽ എന്തിനാ കൃമികടിയുടെ മരുന്ന്? എടോ അവങ്ങനെ കൃമികടി മൂത്തിട്ടല്ലേ ഞൊളപ്പ് കയറി മരത്തിന്റെ മണ്ടയ്ക്ക് കയറിയത്. കൊടു മരുന്ന് കൊടു, അല്ലെ അവൻ അടുത്ത കൈയും കാലും കൂടെ ഒടിക്കും. സിസ്റ്ററെ, പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ? ഡോക്ടറെ, രാവിലെ എണീക്കുമ്പോ പുറത്ത് ഭയങ്കര വേദന. ഒരു കാര്യം ചെയ്യ്, ഉച്ചയ്ക്ക് ഉറങ്ങി എണ്ണീക്ക്. അയ്യോ, ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റാ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്ത് തീർക്കാനാ? ഞാൻ വന്ന് ചെയ്യാം. ഒന്നെങ്കിൽ വേദന മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ പണി ചെയ്യണം. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. എന്ത് പറ്റി രമണ? ഞാനൊരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ ചെയ്തു, അത് ശരിയായില്ല. ഡോണ്ട് വറി, വേറൊരു പേഷ്യന്റിനെ എടുത്ത് കീറ്. ഇങ്ങനൊക്കെയല്ലേ പഠിക്കുന്നേ. ഒരു മിനിറ്റ്. ഹലോ ഹലോ ഡോക്ടറെ, ഡെലിവറി കഴിഞ്ഞായിരുന്നോ? ഡെലിവറി കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ, മോനാട്ടോ. കൊച്ചിന് വെയിറ്റ് എത്ര ഉണ്ട്? എന്തിനാ, തൂക്കി വിൽക്കാനാന്നോ? അല്ല ഡോക്ടറെ, അവരുടെ ഡെലിവറി കഴിഞ്ഞ കാര്യം ഇപ്പൊ പറയണ്ട, എനിക്ക് സർപ്രൈസ് കൊടുക്കാനാ. എടോ, ഞാൻ സോഫയുടെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് അല്ല തന്റെ കൊച്ചിനെ. ആ പെണ്ണുപിള്ള പ്രസവിച്ചതാണോ? അല്ല, എന്തോ പേഷ്യന്റിന്റെ പേര് പറഞ്ഞേ? ഇങ്കിന്നാ ഡോക്ടറെ. അതെ, ഈ മോനുണ്ടായ സന്തോഷത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ ഡോക്ടറെ? ഒരു സങ്കട വാർത്തയും കൂടെ ഉണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മ പോയി. എനിക്ക് അപ്പോഴേ അറിയാം ഡോക്ടറെ, അവള് കറങ്ങാൻ ഇറങ്ങുന്നു. എടോ, അതല്ല, ഈ ലോകത്തും അമ്മ പോയെന്ന്. കണ്ടോ, ഇതുകൊണ്ടാ ഞാൻ അവൾക്ക് പാസ്പോർട്ട് എടുത്തു കൊടുക്കാഞ്ഞ്. ഇനി അവളെ ഞാൻ എവിടെ പോയി തപ്പും? കണ്ണു ചുവക്കണം, പല്ല് കടിക്കണം, ചുരട്ടണം, ആകെ വിയർക്കണം.